കേരളത്തിലും മൗദൂദി ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അവരുടെ ക്രൂരതകളോടുള്ള അഭിനിവേശം മനസ്സിലാക്കാൻ ആ മാധ്യമങ്ങളിലെ തലക്കെട്ടുകളും മാധ്യമങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളും നോക്കിയാൽ മതി. അഫ്ഗാൻ പ്രസിഡൻ്റായിട്ടുള്ള നജീബുള്ളയെ കൊന്ന് വിളക്കുകാലിൽ കെട്ടിത്തൂക്കിയതിനെ 1996 സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിലെ മൗദൂദി പത്രം കൊടുത്ത ഹെഡിങ് താലിബാൻ വിസ്മയം എന്നായിരുന്നു. ഈ താലിബാൻ പിടിച്ചടക്കിയ സമയത്തുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാമാന്യ ബുദ്ധിയുള്ള, സാമാന്യ ധാരണയുള്ള ഒരാളും വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പോകുമ്പോൾ ആ വിമാനത്തിൻ്റെ വീലിലെങ്കിലും പിടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. 32,000 28,000 അടി ഉയരത്തിലേക്ക് വിമാനം എത്തിക്കഴിഞ്ഞാൽ അത് എത്തുന്നതിന് മുമ്പേ തന്നെ തണുത്ത് വിറങ്ങലിച്ച് ജഡമായി താഴേക്ക് വീഴും എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാൽ പോലും ഇനി ജീവൻ രക്ഷപ്പെടുകയാണെങ്കിലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ട് പറന്നു പോകുന്ന വിമാനത്തിനകത്ത് കയറാൻ നടത്തിയ പരാക്രമം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ വിമാനത്തിൻ്റെ വീലിൽ പിടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യം, അങ്ങനെ ഒരു ദൃശ്യം നടക്കുന്നതിനെയാണ് അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്രമായി എന്ന് മാധ്യമങ്ങൾ ഹെഡിങ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ, ബംഗ്ലാദേശിലെ നിലവിലുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചർച്ചയിൽ അധ്യക്ഷത വഹിക്കുന്ന സെല്ലിൻ്റെ സംസ്ഥാന കോ കൺവീനർ ശ്രീ യുവരാജ് ഗോകുൽ, വേദിയിലുള്ള ശ്രീ മഹേന്ദ്രകുമാർ, സന്തോഷ്, അർജുൻ മാധവൻ, ഈ വിഷയത്തിൽ താല്പര്യമുള്ള മറ്റ് പ്രമുഖരെ, എല്ലാവർക്കും, മാധ്യമപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ ഏറെ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. ആശങ്കയുണ്ടാക്കുന്നതിനുള്ള കാരണം ബംഗ്ലാദേശിൽ സംഭവങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്തെയും ചില ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകൾ ഇന്ത്യയിൽ ഇതേപോലെയുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളും എന്നുണ്ടാകും എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നത് വളരെ നിഷ്കളങ്കമായിട്ടുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എല്ലായ്പ്പോഴും ഏത് രാജ്യത്തും സ്ഥിരതയുള്ള ഭരണവും ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സർക്കാരും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെയും അസ്ഥിരപ്പെടുത്താനോ ആ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യാനോ നമ്മളൊരിക്കലും മുതിർന്നിട്ടില്ല. അത് ജനാധിപത്യ ഇന്ത്യയുടെ മാത്രം, അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ മാത്രം ഒരു നിലപാടല്ല. ഇന്ത്യയുടെ ചരിത്രാതീത കാലം തൊട്ടുള്ള ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകം, പാരമ്പര്യം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്നത്. അത് കേവലം ഒരു ഭംഗിവാക്കല്ല. ലോകം മുഴുവൻ സുഖമായിട്ട് ജീവിക്കട്ടെ, ലോകത്തിലെല്ലാവർക്കും സുഖം ഉണ്ടാകട്ടെ എന്നുള്ള താല്പര്യവും ആഗ്രഹവും, ആ ആണ് ആ പറയുന്ന വാക്കുകളുടെ അർത്ഥം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാത്തവർ ഈ രാജ്യത്ത് ഭരണം നടത്തിയിരുന്നപ്പോഴും ഇന്ത്യയുടെ നിലപാടുകൾ ഈ പാരമ്പര്യത്തിന് അനുസൃതമായിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ പല കാരണങ്ങളാൽ തന്നെ ദൗർഭാഗ്യവശാൽ എന്ന് വേണം പറയാൻ, നമ്മുടെ അയൽപ്പക്കം അസ്വസ്ഥമാണ്. ദക്ഷിണേഷ്യയിൽ അഥവാ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ, ഞാൻ ഇന്ത്യൻ ഭൂഖണ്ഡം എന്ന് തെറ്റിപ്പറഞ്ഞതല്ല, ശരിയായിട്ട് തന്നെ പറഞ്ഞതാണ്. കാരണം
ഇന്ത്യയുടേത് ബ്രിട്ടീഷുകാർ പറയുന്നതാണ് ഉപഭൂഖണ്ഡമാണ്. ഇന്ത്യ വാസ്തവത്തിൽ ഒരു ഉപഭൂഖണ്ഡമല്ല, ലോകത്തിൻ്റെ 1/6 ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തിനെ ഇന്ത്യൻ ഭൂഖണ്ഡം എന്ന് തന്നെ വിളിക്കാം. അവിടെയുള്ള വിവിധ രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ ആശാസ്യമല്ലാത്ത ഒരു കാര്യമാണ്. മ്യാൻമാറിൽ ആഭ്യന്തര കലാപം നടക്കുകയാണ് കുറേ കാലമായിട്ട്. നേപ്പാളിൽ കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ 14 സർക്കാരുകളാണ് ഭരിച്ചത്. ശരാശരി 6 മാസം 1 വർഷം കഴിയുമ്പോൾ അവിടെ അവിശ്വാസ പ്രമേയം സർക്കാർ മാറുന്നു. ശ്രീലങ്കയിൽ നടന്ന സംഭവങ്ങളിൽ നമുക്കെല്ലാവർക്കും ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു. പാകിസ്ഥാനിലെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അവിടുത്തെ സൈനിക ആസ്ഥാനം അവിടുത്തെ തന്നെ ജനങ്ങൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിക്ക് അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഞാൻ ആശങ്കപ്പെടുത്തുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ മറുവശം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും 140 കോടി ജനങ്ങളുള്ള നിരവധി ഭാഷകൾ, ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ മാത്രമല്ല, 100 കണക്കിന് ഡയലക്ട്സ് ആണ് ഇന്ത്യയിലുള്ളത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ, വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികൾ, മതം, ജാതി, ഉപജാതി, ഇതെല്ലാം ഉള്ള രാജ്യമായിട്ടുള്ള ഇന്ത്യ വളരെ ശക്തനായിട്ടുള്ള ഒരു ജനകീയ നേതാവിൻ്റെ കീഴിൽ, ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ജനകീയ നേതാവിൻ്റെ കീഴിൽ, നരേന്ദ്രമോദിയുടെ കീഴിൽ ശാന്തമായി സുസ്ഥിരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാനും ആശ്വസിക്കാനുമുള്ള കാര്യമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. അതേസമയത്ത് ഈ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതും എനിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും. ബംഗ്ലാദേശിലെ വിഷയത്തിലേക്ക് നേരിട്ട് വന്നാൽ, ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിന് അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും അതിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടൊരു വിലയിരുത്തലിന് ഇപ്പം ഞാൻ മുതിരുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർജി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് കണ്ടിരുന്നു. നമ്മുടെ സർക്കാർ ഈ വിഷയത്തിൽ ഒരു പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതേ സമയത്ത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വസ്തുത, കലാപത്തിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്ക്, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളാണ്. ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമങ്ങൾ, ഇവിടെ യുവരാജ് വിശദമായിട്ട് സംസാരിച്ചു, ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമങ്ങൾ വ്യാപകമായിട്ട് ആക്രമിക്കപ്പെടുന്നു. ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനടക്കം പ്രസ്താവന ഇറക്കേണ്ടി വന്നു. ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനിസ് തന്നെ ഈ അക്രമങ്ങളെ അപലപിച്ചു. ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ വിശ്വാസികൾ മേൽ നടക്കുന്നത് ഹീനമായ ആക്രമണമാണെന്നും അതിൽ നിന്ന് ഈ അക്രമികൾ പിന്തിരിയണമെന്നും അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു. ഹിന്ദു വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുടെ ഒരു പ്രത്യേക യോഗം തന്നെ യൂനിസ് വിളിച്ചു. അപ്പോൾ അതിനൊക്കെ അർത്ഥം അവിടെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു എന്നാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ യൂനിസ് എന്ത് ചെയ്തു, സർക്കാർ എന്ത് ചെയ്തു, നിലപാട് എന്തെടുത്തു എന്നുള്ളതല്ല. അവിടെ ആക്രമണം നടക്കുന്നു എന്നുള്ളത് അവിടുത്തെ സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്, അവിടുത്തെ സർക്കാർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവർ തന്നെ പറഞ്ഞാലും അത് സമ്മതിക്കാത്ത ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് സമ്മതിക്കാത്ത 2 വിഭാഗങ്ങളാണ്. ഒന്ന്, നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവും അതോടൊപ്പം നമ്മുടെ നാട്ടിലെ
ഈ ഇടതുപക്ഷം എന്നുള്ള മേൽവിലാസത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളും. അവിടെ ഒരു കുഴപ്പമൊന്നുമില്ല, അതൊക്കെ വലതു മാധ്യമങ്ങൾ പർവ്വതീകരിക്കുകയാണ് എന്നാണ് മലയാളത്തിലെ അടക്കം ചില മാധ്യമങ്ങളുടെ പേരടക്കം പറഞ്ഞു. അത് ഒറ്റപ്പെട്ട ഒരു പേരല്ല, അങ്ങനെയുള്ള നിരവധി പേരുകളുണ്ടാവും. ഞാൻ അതുകൊണ്ട് എല്ലാ പേരും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാഞ്ച്ഗർ ജില്ലയിലെ 2 ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമങ്ങൾക്ക് തീയിട്ടു. വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു. അവിടുത്തെ ഗ്രാമവാസികൾക്കടക്കം ആ തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങളുണ്ടായി. മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പറയുന്നത് ഓഗസ്റ്റ് 5 മുതൽ ഇങ്ങോട്ടുള്ള കഴിഞ്ഞ ദിവസം വരെയായിട്ട് 52 ജില്ലകളിലായിട്ട് 210-ലധികം ആക്രമണങ്ങൾ നടന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പറഞ്ഞിട്ടുള്ളത്. ക്ഷേത്രങ്ങൾ വ്യാപകമായി തകർക്കപ്പെട്ടു. ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള, നേരത്തെ പറഞ്ഞു, ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻറ്റർ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഇസ്കോൺ ഉൾപ്പെടെയുള്ള നിരവധി കേന്ദ്രങ്ങൾ തീവച്ച് നശിപ്പിക്കപ്പെട്ടു. ഇത് ന്യായീകരിക്കാൻ വളരെ വിഷമാണ് എന്ന് വന്നപ്പോൾ അതിന് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ന്യായീകരണം, ഇത് റിലീജിയസ് അല്ല, ദിസ് ഈസ് നോട്ട് റിലീജിയസ്, ദിസ് ഈസ് പൊളിറ്റിക്കൽ. അതുകൊണ്ട് അവാമി ലീഗിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് അവാമി ലീഗിലുള്ള ഹിന്ദു നേതാക്കന്മാർക്കെതിരായിട്ടുള്ള പ്രതിഷേധമായിട്ട് മാറുന്നത്. ഈ രീതിയിൽ ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്കടക്കം ഈ ആക്രമണങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യമടക്കമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞു, മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിന് എതിരായിരുന്നുവെങ്കിൽ, ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നതെങ്കിൽ കേരളത്തിൽ നടക്കുമായിരുന്ന പ്രതിഷേധങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. ഇസ്മായിൽ ഹനി ഹമാസിൻ്റെ മേധാവിയാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ കേരളത്തിൽ മാത്രമാണ് പ്രതിഷേധ പ്രകടനം നടന്നത് ഇന്ത്യയിൽ. അത് നടന്നു എന്ന വയനാടിൻ്റെ ഉരുൾപൊട്ടൽ നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം കോഴിക്കോട് പ്രകടനം നടന്നു. എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ 500-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള സാഹചര്യം നിൽക്കുമ്പോഴും ആ ദുഃഖത്തേക്കാൾ വലിയ ദുഃഖം, പ്രതിഷേധം കോഴിക്കോട്ട് ചില ആളുകൾ പ്രകടിപ്പിച്ചത് ഇസ്മായിൽ ഹനിയുടെ മരണത്തിലാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിലാണ്. മാത്രമല്ല, മണിപ്പൂരിൻ്റെ പേരിൽ കേരളത്തിൽ പ്രതിഷേധങ്ങൾ നടക്കാത്ത സ്ഥലങ്ങളില്ല. പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് നമ്മുടെ രാജ്യത്ത്. കാരണം ഇപ്പോഴും പ്രതിപക്ഷം മുഴുവൻ പറയുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നാണ്. പക്ഷേ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് പറയുന്നവർക്ക് സുഖമായിട്ട് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റെ പേരിൽ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റെ പേരിൽ എന്ത് അവരാഗ്രഹിക്കുന്ന തരത്തിൽ അത് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇപ്പം നടക്കുന്നത് ഒരു സെലക്റ്റീവ് പ്രതിഷേധമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ചില കാര്യങ്ങളിൽ മാത്രം പ്രതിഷേധം, മറ്റ് ചില കാര്യങ്ങളിൽ പ്രതിഷേധമില്ല. ഹിന്ദു സമൂഹത്തിന് നേരെ അക്രമം നടന്നാൽ അത് കണ്ടില്ല എന്ന് നടക്കുന്ന ആളുകളുടെ കാപട്യം, ആ കാപട്യമാണ് ഈ ബംഗ്ലാദേശ് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇന്ത്യ സഖ്യങ്ങളും ആ സഖ്യത്തിനെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളും, ബംഗ്ലാദേശിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനടക്കം കൊല്ലപ്പെട്ടു. എഡിറ്റേഴ്സ് ഗിൽഡ് തൊട്ട് കേരള പത്രപ്രവർത്തക യൂണിയൻ വരെ മൗനത്തിലാണ്. എവിടെയെങ്കിലും നടന്നിരുന്ന സംഭവമായിരുന്നുവെങ്കിൽ പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരത്ത് ഉറപ്പായിട്ടും മൗനജാഥ നടത്തിയേനെ. എന്താ ഈ മൗനത്തിന് കാരണം? ബംഗ്ലാദേശിലെ ഈ പ്രശ്നത്തിന് കാരണം അതിനൊരു കാരണമുണ്ട്. ബംഗ്ലാദേശിലെ ആക്രമണങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ടാണ് അത് തുടങ്ങിയത്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് പിന്നീട് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തു.
ജമാഅത്തെ ഇസ്ലാമിക്ക് ബംഗ്ല എന്നുള്ള വികാരമൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ബംഗ്ല ഒരു സംഘടനയല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യ വികാരമില്ല, മതേതരത്വമില്ല. അവർക്കൊരൊറ്റ വികാരമേ ഉള്ളൂ, ഇസ്ലാം അഥവാ മതം. അവരുടെ വെബ്സൈറ്റ് തന്നെ പറയുന്നത് ശരീഅത്ത് നിയമം പ്രാവർത്തികമാക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തന ലക്ഷ്യമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് 1971 ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ജമാഅത്തെ ഇസ്ലാമി അവിടെ നിരോധിച്ചു. അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നായിരുന്നു. 2013 വീണ്ടും ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തെ ഛാത്ര ശിബിറിനെയും നിരോധിച്ചു. ഭരണഘടനയുടെ സെക്യുലർ സ്വഭാവത്തെ എതിർത്തതിൻ്റെ പേരിൽ. ബംഗ്ലാദേശ് വിഭജന സമരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് നിലപാടെടുത്ത ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന നാട്ടിലെ പൗരന്മാരായിട്ടുള്ള ആളുകൾ ആ നാടിനെതിരായിട്ട്, മാതൃരാജ്യത്തിനെതിരായിട്ട് ഒരു വിദേശ രാജ്യത്തിൻ്റെ അഥവാ ഈ ബംഗ്ലാദേശിനെ അടിച്ചമർത്തി കീഴടക്കി വെച്ചിട്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തിനോടൊപ്പം ചേർന്ന് നിന്ന ആളുകളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ. ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ ജന്മനാടിനെ ഒറ്റുകൊടുത്തു എന്ന് മാത്രമല്ല, അന്ന് ബലാത്സംഗങ്ങളും മാനഭംഗങ്ങളും ആയുധമാക്കിയ ആളുകളാണവർ. റസാക്കർ പാരാമിലിറ്ററി ഫോഴ്സ് എന്നുള്ള പേരിൽ ജമാഅത്തെ ഇസ്ലാമി രൂപം കൊടുത്ത റസാക്കർ സേനയാണ് അത് ചെയ്തത്. അതിൻ്റെ സ്ഥാപകൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനിയായിരുന്ന AKM യൂസുഫ് ആയിരുന്നു. അന്ന് ഈ അക്രമങ്ങൾക്ക് ഇരകളായിട്ടുള്ള ആ സ്ത്രീകൾക്ക് പിന്നീട് മുജീബുർ റഹ്മാൻ സർക്കാർ വീരാംഗന പദവി കൊടുത്തു. കാരണം ഈ ഒരു ആ ട്രോമയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാഷ്ട്രം നിങ്ങളെ ആദരിക്കുന്നു എന്നുള്ള സന്ദേശം അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് വീരാംഗന പദവി കൊടുത്തു. ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകളാണ് അന്ന് ബലാത്സംഗത്തിന് ഇരയായത്. ഈ റസാക്കർ സേന മാത്രമല്ല, ഷാംസ് അൽ ബദർ ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള ഹിന്ദു വിരുദ്ധ നീക്കങ്ങൾ അന്ന് അവിടെ നടന്നിരുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി താലിബാന് സമാനമാണ്. ഹമാസ്, ഐസിസ്, താലിബാൻ ഇതെല്ലാം ഒരേ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ്. ഒരു തരത്തിലും അങ്ങേയറ്റം ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരെ ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ. നമ്മൾ സിറിയയിൽ കണ്ടിട്ടുണ്ട് യസീദികളെയും ക്രിസ്ത്യാനികളെയും എങ്ങനെയാണ് കൂട്ടക്കുരുതി നടത്തിയത് എന്നുള്ളത്. സ്ത്രീകളെയും കൊച്ചു പെൺകുട്ടികളെ പോലും എങ്ങനെയാണ് ലൈംഗിക അടിമകളാക്കി മാറ്റിയത് എന്ന്. അതേ സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിരുന്ന മൗദൂദി മതരാഷ്ട്രം സ്ഥാപിക്കാൻ അതിന് ആഹ്വാനം ചെയ്ത ആളാണ്. കേരളത്തിലും മൗദൂദി ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അവരുടെ ക്രൂരതകളോടുള്ള അഭിനിവേശം മനസ്സിലാക്കാൻ ആ മാധ്യമങ്ങളിലെ തലക്കെട്ടുകളും മാധ്യമങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളും നോക്കിയാൽ മതി. അഫ്ഗാൻ പ്രസിഡൻ്റായിട്ടുള്ള നജീബുള്ളയെ കൊന്ന് വിളക്കുകാലിൽ കെട്ടിത്തൂക്കിയതിനെ 1996 സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിലെ മൗദൂദി പത്രം കൊടുത്ത ഹെഡിങ് താലിബാൻ വിസ്മയം എന്നായിരുന്നു. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പ്രസിഡൻറ്റിനെ, നജീബുള്ള ഭരണാധികാരം പിടിച്ചടക്കിയ ആളല്ല, പട്ടാള മേധാവിയായിട്ട്, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ കൊന്നു വിളക്കുകാലിൽ കെട്ടിത്തൂക്കിയതിനെ താലിബാൻ വിസ്മയം എന്ന് അന്ന് 96 സെപ്റ്റംബർ മാസത്തിൽ തലക്കെട്ട് കൊടുത്ത ആളുകളാണ്. താലിബാൻ്റെ രണ്ടാം വരവിൽ സ്വതന്ത്രമായി അഫ്ഗാനിസ്ഥാൻ എന്നുള്ള തലക്കെട്ടാണ് ഇതേ പത്രം കൊടുത്തത്. ഞാൻ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, നിങ്ങൾ ആ രണ്ടാമത്തെ ഈ താലിബാൻ പിടിച്ചടക്കിയ സമയത്തുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാമാന്യ ബുദ്ധിയുള്ള, സാമാന്യ ധാരണയുള്ള ഒരാളും വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പോകുമ്പോൾ
ആ വിമാനത്തിൻ്റെ വീലിലെങ്കിലും പിടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. 32,000-വും 28,000-വും അടി ഉയരത്തിലേക്ക് വിമാനം എത്തിക്കഴിഞ്ഞാൽ അത് എത്തുന്നതിന് മുമ്പേ തന്നെ തണുത്ത് വിറങ്ങലിച്ച് ജഡമായി താഴേക്ക് വീഴും എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാൽ പോലും ഇനി ജീവൻ രക്ഷപ്പെടുകയാണെങ്കിലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ട് പറന്നു പോകുന്ന വിമാനത്തിനകത്ത് കയറാൻ നടത്തിയ പരാക്രമം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ വിമാനത്തിൻ്റെ വീലിൽ പിടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യം, അങ്ങനെ ഒരു ദൃശ്യം നടക്കുന്നതിനെയാണ് അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്രമായി എന്ന് മാധ്യമങ്ങൾ ഹെഡിങ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ, ഈ കമൻ്റ് വരുന്ന പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജനങ്ങളുടെ ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള മലയാളിയോടാണ് ഇതൊക്കെ പറയുന്നത്. കാരണം മതഭീകരതയോട്, ആ മതഭീകരതയുടെ വക്താക്കളായി നിൽക്കുകയും മതഭീകരതയോട് ഐക്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി ലോകത്തെല്ലായിടത്തും എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് ഇവിടെ പറയുമ്പോൾ ഐസിസ് എന്നുള്ള പേര് നിങ്ങളതിന് പകരമിടാം, ഹമാസ് എന്നുള്ള പേര് അതിന് പകരമിടാം, അങ്ങനെയുള്ള നിരവധി പേരുകൾ, IS എന്ന് പേരിടാം, ഈ താലിബാൻ എന്ന് പേരിടാം. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഈ ഭീകരതയോട് ഐക്യപ്പെടുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് വേണ്ടിയാണ് കേരളത്തിലുൾപ്പെടെ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്ത ജനങ്ങളെ തെരുവിലിറക്കി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ തരത്തിലുള്ളൊരു സാഹചര്യം, ഇപ്പോൾ നേരത്തെ ഇവിടെ CPMൻ്റെ പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞു. CPMൻ്റെ പ്രസ്താവന വരുന്നത് എപ്പോഴാണ്? CPMൻ്റെ പ്രസ്താവന വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി യൂനുസിനെ പുതിയ ചുമതല ഏറ്റെടുത്തതിൽ ആശംസകൾ നേർന്നുകൊണ്ട് ആ ട്വീറ്റിൽ തന്നെ വളരെ തുറന്ന് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിന് പരിഹാരം കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് മനസ്സില്ലാ മനസ്സോടുകൂടിയിട്ടുള്ളൊരു പ്രസ്താവന വന്നത്. അപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം അദ്ദേഹം സാധാരണ പറയുന്നത് ഞാൻ ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ വക്താവാണെന്ന്. പക്ഷേ ന്യൂനപക്ഷം ഹിന്ദു ആയി കഴിഞ്ഞാൽ അദ്ദേഹം ആ കൂട്ടത്തിൽപ്പെടില്ല. ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ വക്താവാണ് അദ്ദേഹം. പക്ഷേ ആ ന്യൂനപക്ഷം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹിന്ദു ആണെന്നിരിക്കട്ടെ, അദ്ദേഹം ഒരക്ഷരം മിണ്ടില്ല. അതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. പിണറായി വിജയനും ന്യൂനപക്ഷത്തിൻ്റെ വലിയ വക്താക്കളായിട്ടാണ് എല്ലായ്പ്പോഴും പറയുന്നത്. പക്ഷേ ഹിന്ദു ന്യൂനപക്ഷം പീഡനത്തിനിരയാകുമ്പോൾ, ഹിന്ദു ന്യൂനപക്ഷം അക്രമത്തിനിരയാകുമ്പോൾ രാഹുൽ ഗാന്ധിക്കും പിണറായി വിജയനും ഒന്നും വായിൽ നാവുണ്ടാവില്ല. ഇപ്പോൾ പാർലമെൻറ്റിൽ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ബഹളം കണ്ടു. ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ആരാധനാലയത്തിന് സമാനമാണ് എന്നുള്ള ധാരണ പരത്തിക്കൊണ്ട് ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കാൻ ഹിന്ദു വിശ്വാസിയല്ലാത്ത, ക്ഷേത്രവിശ്വാസിയല്ലാത്ത ഒരാളെ അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ചോദിക്കുന്ന ആളുകളുടെ ദുഷ്ടലാക്ക്. വഖഫ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം എന്താണോ അതേപോലെയുള്ള ഒരു സാഹചര്യമാണ് മുസ്ലിം സമൂഹത്തിന് വഖഫ് എന്നുള്ള തെറ്റിദ്ധാരണ പരത്തലാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ ആരാധനാലയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, പകരം സ്വത്തുവകകളുടെ, ഭൂമിയുടെ ഉടമസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് വഖഫ്.
അതിന് ആരാധനയുമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിയിൽ അഹിന്ദുവായിട്ടുള്ള ഒരാളെ വെക്കുന്നത് പോലെ ഭൂമിയുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നിയമമുണ്ടാക്കുമ്പോൾ ആ നിയമത്തിൽ ഏതൊക്കെ വകുപ്പുകൾ ഉൾപ്പെടണം എന്നുള്ള ചോദ്യത്തിന് ഈ തരത്തിലുള്ള ഒരു ധാരണ മാത്രമല്ല, വഖഫിൻ്റെ നിയമമനുസരിച്ച് 95-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. 95-ൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നിയമമനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൻ്റെ കാര്യം വളരെ വ്യാപകമായിട്ട് എല്ലാവരുടെയും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്നിട്ടുള്ളതാണ്. ഒരു ഗ്രാമം മുഴുവൻ വഖഫ് സ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ ഒരു വ്യക്തി അവരുടെ ഭൂമി വിൽക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ രജിസ്ട്രാർ പറഞ്ഞു, ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾ വഖഫ് ബോർഡിൽ നിന്നുള്ള NOC കൊണ്ടുവരണം എന്ന് പറയുന്ന സാഹചര്യത്തിലെത്തുന്ന ഒരു സ്ഥിതി. ഇതിന് നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ആവശ്യമായിട്ടുള്ള അന്യായമായിട്ട് ഈ തരത്തിൽ മറ്റുള്ളവരുടെ ക്ഷേത്രങ്ങളുടെയും മറ്റുള്ളവരുടെയൊക്കെ ഭൂമി കൈയടക്കാനുള്ള സാഹചര്യമുണ്ടാക്കുന്ന സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നീക്കത്തിനെതിരായിട്ട് നടന്ന ബഹളം നമ്മൾ കണ്ടതാണ്. ആ ബഹളം ഉണ്ടാക്കിയ ആൾക്കാർ പാർലമെൻറ്റിൽ മിണ്ടിയില്ല എന്ന് മാത്രമല്ല, പാർലമെൻറ്റിന് പുറത്തെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന പീഡനങ്ങൾ, ആ പീഡനങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇതേ ആളുകളാണ് പൗരത്വ നിയമ ഭേദഗതിയെയും എതിർത്തത്. ഇതേ ആളുകൾ പൗരത്വ നിയമ ഭേദഗതിയെ എതിർത്തത് ഇതേ ആളുകളാണ്. പൗരത്വ നിയമ ഭേദഗതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവർക്ക് അഭയം നൽകാനുള്ള സാഹചര്യം, അനുവാദം ഇന്ത്യക്കുണ്ടാകണം. അതിനുള്ള അധികാരം ഇന്ത്യൻ സർക്കാരിനുണ്ടാകണം, ഭാരതത്തിൻ്റെ സർക്കാരിനുണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തിലാണ്. അയൽ രാജ്യങ്ങളിലെ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നമ്മൾ താലിബാനിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കണ്ടു. അഫ്ഗാനിസ്ഥാനിലെ നേരത്തെ ആദ്യത്തെ ശ്രമത്തിലാണ് ബാമിയാൻ ബുദ്ധ പ്രതിമകളടക്കം ആക്രമിക്കപ്പെട്ടത്. ഈ തവണത്തെ ആക്രമണം നടന്നപ്പോഴാണ് അവിടുത്തെ ഗുരുദ്വാരകളിൽ നിന്നുള്ള സിഖുകാർക്ക് ഗുരുഗ്രന്ഥ സാഹിബ് ഉൾപ്പെടെ ഉള്ള അവരുടെ മതഗ്രന്ഥങ്ങൾ അടക്കം എടുത്തുകൊണ്ട് അവർക്ക് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നത്. അങ്ങനെ വന്നിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ, മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ആളുകൾ, ആ ആളുകൾ ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളാണ്. അവർ ഇന്ത്യയിൽ പൗരത്വമില്ലാത്തതിൻ്റെ പേരിൽ അവർ രണ്ടാംകിട പൗരന്മാരായിട്ട്, രണ്ടാംകിട വ്യക്തികളായിട്ട് കണക്കാക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ടാണ് അങ്ങനെ ഓടി വന്നിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകാൻ വേണ്ടിയിട്ടുള്ള നിയമം, ആ നിയമം പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പാസാക്കിയത്. അന്ന് ആ നിയമത്തിനെ എതിർത്ത ആളുകളാണ് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഒരുമിച്ച് നിന്നുകൊണ്ട്. ഈ പറയുന്ന വസ്തുത, ഈ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനം ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങൾ വന്നു ഇവിടെ പറഞ്ഞു. 1971 ഹിന്ദു ജനസംഖ്യ ഏതാണ്ട് 23% ബംഗ്ലാദേശിൽ. ഇപ്പോഴത് 7.5%. ബംഗ്ലാദേശിൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഒന്നുകിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായി, അല്ലെങ്കിൽ കൂട്ടപ്പലായനത്തിന് അവർക്ക് സന്നദ്ധരാകേണ്ടി വന്നു. ഇതേപോലെയാണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെയുള്ള പ്രദേശങ്ങൾ, അവിടെയൊക്കെയുള്ള ഹിന്ദു ന്യൂനപക്ഷത്തിൻ്റെ സ്ഥിതി. ഹിന്ദു ന്യൂനപക്ഷത്തിൻ്റെ എണ്ണത്തിൽ വരുന്ന കുറവ്, ആ കുറവ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അതേസമയത്ത് ഇവരെല്ലാവരും വലിയ ബഹളമുണ്ടാക്കുന്ന ഇന്ത്യയിലെ സ്ഥിതി എന്താ? ന്യൂനപക്ഷങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ എന്താ സ്ഥിതി? 43% വർധനവാണ് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ ജനസംഖ്യ സ്വാതന്ത്ര്യം കിട്ടിയ നാൾ തൊട്ട് ഇങ്ങോട്ടുള്ള കാലം എടുത്തു കഴിഞ്ഞാൽ 43% മുസ്ലിം സമൂഹത്തിൻ്റെ ജനസംഖ്യ വർധനവുണ്ടായി. ഹിന്ദു ജനസംഖ്യ 8% കുറഞ്ഞു. ന്യൂനപക്ഷ പീഡനം എവിടെയാണ് നടക്കുന്നതെന്നുള്ളതിന് മനസ്സിലാക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണങ്ങൾ നൽകാനുള്ള സമീപനം ഇന്ത്യ എടുക്കുന്നതിൻ്റെ കാരണമറിയാൻ ഇതിൽ കൂടുതൽ വിശദീകരണവും ഇതിൽ കൂടുതൽ തെളിവുകളും ആവശ്യമില്ല. മതതീവ്രവാദം, ആ മതതീവ്രവാദത്തിൻ്റെ പേരിൽ ഇന്ത്യയെ തകർക്കാൻ പലരും ശ്രമിക്കുമ്പോഴും നമ്മുടെ ശക്തിയെ തകർക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഈ രാജ്യത്തെ ഭൂരിപക്ഷം ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകളാണെന്നുള്ളത് കൊണ്ടാണ്. കാരണം ഹിന്ദു സമൂഹം ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് വിശ്വസിക്കുന്നവരാണ്. സത്യമൊന്നാണ്, പണ്ഡിതന്മാർ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് അഭയം നൽകാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്ത് മറ്റാർക്കും ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിലെ നിലവിലുള്ള സാഹചര്യങ്ങൾ പൗരത്വ നിയമ ഭേദഗതിയുടെ പ്രസക്തി കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതി, ആ ഭേദഗതി ഏറ്റവും പ്രസക്തമായിട്ടുള്ളതാണ് എന്ന് ഒരിക്കൽ കൂടി വിളിച്ചോതുന്ന സാഹചര്യമാണ്, വിളിച്ചോതുന്ന ഒരു വസ്തുതയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം മതത്തിൻ്റെ പേരിൽ കൊല്ലിനും കൊലയ്ക്കും ബലാത്സംഗങ്ങൾക്കും ഒക്കെ ഇരയാവുന്ന ജനങ്ങൾക്ക് അവർക്ക് പ്രതീക്ഷയുടെ കണികയാണ് പൗരത്വ നിയമത്തിൽ നമ്മുടെ സർക്കാർ വരുത്തിയിട്ടുള്ള, കേന്ദ്ര സർക്കാർ, ഇന്ത്യൻ സർക്കാർ വരുത്തിയിട്ടുള്ള ഭേദഗതി. അതിനെ എതിർക്കുന്ന ആളുകൾ, ആ ആളുകളോട് വളരെ മിതമായിട്ടുള്ള ഭാഷയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഹിന്ദു ന്യൂനപക്ഷമായി കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് സാധാരണ ലോകത്തിലെല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും അവർക്ക് ലഭിക്കേണ്ട പരിഗണനയും, ആ പരിഗണന ഹിന്ദു ന്യൂനപക്ഷമായി കഴിഞ്ഞാൽ അത് നിഷേധിക്കണം എന്നുള്ളതാണോ നിങ്ങളുടെ നിലപാട്? ഹിന്ദു വിശ്വാസികൾക്ക് ഒരവകാശവുമില്ല എന്നുള്ളതാണോ നിങ്ങളുടെ നിലപാട്? ക്ഷേത്രങ്ങളിൽ പോകുന്നതിൻ്റെ പേരിലും ദേവീദേവന്മാരെ പൂജിക്കുന്നതിൻ്റെ പേരിലും സനാതന ധർമ്മപാതയിൽ ജീവിക്കുന്നതിൻ്റെ പേരിലുമൊക്കെ നൂറുകണക്കിന് ആളുകളെ കൊന്നു തള്ളിയ ആളുകളോട് നിങ്ങൾ സ്വയം അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും ഈ പറഞ്ഞ പല പേരുകളിൽ അറിയപ്പെടുന്ന മതഭീകരതയുടെ വക്താക്കൾ, അത് ഹമാസ് ആവാം, താലിബാൻ ആവാം, ഐസിസ് ആവാം, ജമാഅത്തെ ഇസ്ലാമി ആവാം, ഈ ഏത് പേരിൽ അറിയപ്പെട്ടാലും ശരി, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളുകൾ, ആ ആളുകൾ ഈ സമീപനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു ന്യൂനപക്ഷത്തിന് ന്യൂനപക്ഷ അവകാശങ്ങളില്ല എന്നുള്ള CPM-ൻ്റെ നിലപാട്, ആ കോൺഗ്രസിൻ്റെ നിലപാട്, ഈ നിലപാട് എന്ത് ന്യായീകരണത്തിൻ്റെ, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ള ചോദ്യം, ആ ചോദ്യം കേരളത്തിലും ഉയരുന്ന കാലം വിദൂരമല്ല. ബംഗ്ലാദേശ് കേരളത്തിനെ പഠിപ്പിക്കുന്നത് അതാണ്. ബംഗ്ലാദേശിലെ സംഭവങ്ങൾ കേരളത്തിലെ ഹിന്ദുക്കളെയും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ ഈ സാഹചര്യങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ, ഈ സാഹചര്യം നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് ഈ പറയുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉള്ള അവസരവും സാഹചര്യവും ഒരുക്കിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ ഇൻ്റലക്ച്വൽ സെല്ലിന്
നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.